കിച്ചുവുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയുമായി രേണുസുതി എത്തിയത്. കൊല്ലം സുധി തനിക്ക് പിറന്ന ഏക മകൻ റിതുലിന് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ചേച്ചിക്കൊപ്പം കുടുംബത്തിനും അല്ലാതെ മറ്റാർക്കും അവകാശമില്ലെന്നാണ് രേണു പറഞ്ഞത്. ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട യൂട്യൂബ് ഷെഫീന ബീവി പ്രതികരിച്ചെത്തിയെത്തി. കിച്ചുവിന് അവകാശമുള്ള വീട്ടിൽ കിടന്നുകൊണ്ടല്ലേ അവൻ രേണുവിനെതിരെ പ്രതികരിക്കേണ്ടത് എന്ന് ഷെഫീന ബീവി പറഞ്ഞു. അവരുടെ വാക്കുകൾ തുറന്നു വയ്ക്കാം. കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് ഇതിൽ ഒന്നും പറയാനില്ല. ആരോ എന്തോ പറയട്ടെ. ഞാൻ റിതപ്പനെ കാണാനായി അവിടെ വരെ പോകും. അവനെ കാണുമെന്നാണ്. റിതപ്പന് വേണ്ടി നീ നിൽക്കണമെന്നും രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിയെ രാഹുൽ നോക്കണമെന്നും ഞങ്ങൾ എല്ലാവരുടെയും സജഷനും. ഇത് എല്ലാവരും പറയുന്നത് രേണുവിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രേണുവിന് ചാവാൻ പോകുന്നതല്ല ഗ്യാരണ്ടിയാണ്. എനിക്ക് ഒരുപാട് പേർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സ തരുന്ന ഒരുപാട് പേരുടെ ചാർട്ട് അയച്ചു തന്നിരുന്നു. അതിനകത്ത് വിശദമായ ചികിത്സയ്ക്ക് എത്ര തുകയാണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും എക്സ്പീരിയൻസായ ആശുപത്രിയാണ് കിംസ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരാൾ അർബുദത്തെ ചികിത്സ തേടിയപ്പോൾ ആകെ ചെലവായത് 10 ലക്ഷം രൂപയാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന വ്യക്തിക്ക് എത്ര രൂപ ചികിത്സയ്ക്ക് വേണ്ടിവരും എന്നതിനെക്കുറിച്ചെല്ലാം എനിക്കറിയാം. രേണുവിന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലെല്ലാം ക്രിമിനലുകളാണ്. രേണു സമ്പാദിച്ച പൈസ അവരുടെ അച്ഛൻ തങ്കച്ചൻ ഇപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഉപജീവന മാർഗം അങ്ങനെയും കണ്ടെത്താം എന്നുള്ളത് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. മകൾ പണം എങ്ങനെ സമ്പാദിച്ചാലും അത് പലിശയ്ക്ക് കൊടുത്ത് സുഭിക്ഷിതമായി ജീവിക്കുക മനോഭാവമാണ് ആ കുടുംബത്തിനുള്ളത്. അസുഖം വന്നാലെങ്കിലും അല്പം ദൈവവിശ്വാസത്തോടെ ജീവിക്കാനല്ലേ നോക്കേണ്ടത്. പിന്നെ ബിഷപ്പിൻ്റെ വിചാരം അദ്ദേഹം മാർപ്പാപ്പ ആണെന്നാണ്. കിച്ചു റിതുലിനെ കാണാനിരിക്കുന്ന സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് രേണുവിൻ്റെ പുതിയ വീഡിയോ. രേണുവിൻ്റെ പല പ്രവൃത്തികളും പലർക്കും കുഴപ്പവും ആശയക്കുഴപ്പവും ആ പ്രവൃത്തികൾ തെറ്റാണെന്നും ഇഷ്ടമല്ലെന്നും പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ പലരുടെയും കണ്ണിലെ കുഴപ്പക്കാരൻ. രേണു ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും മാപ്പ് അർഹിക്കുന്നതല്ല. അതുപോലെ ബിഷപ്പ് നോബൽ ഏത് സഭയിലാണ് ഉള്ളത്?